കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് തോപ്പുംപടിയിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകി. ചെണ്ടമേളം, ബാൻഡ് മേളം, മുത്തുകുടകൾ എന്നിവയുടെ അകമ്പടിയോടെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് ജാഥയെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത്. കൊച്ചി MLA KJ മാക്സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ LDF നേതാക്കൾ പങ്കെടുത്തു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് തോപ്പുംപടിയിൽ ആവേശോജ്വലമായ സ്വീകരണം. കൊച്ചിയിലെ LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൻ ജനപങ്കാളിത്തമാണ് ജാഥയെ വരവേൽക്കാൻ അണിനിരന്നത്. ചെണ്ടമേളം, ബാൻഡ് മേളം, കാവടി, മുത്തുകുടകൾ എന്നിവയുടെ അകമ്പടിയോടെയും കരിമരുന്ന് പ്രയോഗത്തിന്റെ ആവേശത്തിലുമാണ് ജാഥ ക്യാപ്റ്റനെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത്. നമ്മൾ ഈ വികസന കാര്യങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ പല ആൾക്കാരെയും കണ്ടപ്പോൾ ചോദിച്ചു, ഇത്രയും വികസനം നടത്തിയിൽ എന്താണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിൽ മറ്റൊന്നുമല്ല, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാര് പറയുന്നത് ഞങ്ങൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ആണ് എന്നുള്ളതാണ്. വ്യക്തിപരമായി ഈ സർക്കാർ എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ വീട്ടുമുറ്റത്തേക്ക് എന്ത് ലഭിച്ചു എന്ന് നോക്കുമ്പോൾ അത് ക്ഷേമ പെൻഷൻ തന്നെയാണ്. കൊച്ചി MLA KJ മാക്സി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്ത് LDFന്റെ ഭരണം എന്ന് പറയുന്നത് കൊച്ചിയെ ഒരുപാട് ഉയരങ്ങളിൽ കൊണ്ടുപോയ ഒരു ഭരണമാണ് ഉണ്ടായിരുന്നത്. ആരോഗ്യമേഖലയും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഏറെ കുതിച്ചുയർന്ന് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കൊച്ചിയായി കൊച്ചി മാറിയിരിക്കുകയാണ്. 42,555 പേരാണ് ഈ കൊച്ചി മണ്ഡലത്തിൽ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ മേടിക്കുന്നവരുള്ളത്. ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ജാഥ അംഗങ്ങളായ KK ശൈലജ, ബിനോയ് ജോസഫ്, സ്വാഗത സംഘം സെക്രട്ടറി PA പീറ്റർ, CPI മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ജലീൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഇവിടെ ഓരോ മതസ്ഥരെയും ആദ്യം വേർതിരിക്കുന്നു, ഭിന്നിപ്പിക്കുന്നു, എന്നിട്ട് ആ ഭിന്നതയിൽ നിന്ന് മുതലെടുത്ത് ഓരോരുത്തരെയായി ഒടുക്കാൻ തീരുമാനിക്കുകയാണ്. നമ്മൾ ആരും കാണുന്നതിനേക്കാൾ അപ്പുറത്തെ കടുത്ത വർഗീയതയാണ് വരുന്നത്. ഇവിടെ ആരുടെ കൂടെ നിൽക്കണം? UDF-കാർ ആ വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവര് ഇന്ത്യ ഹിന്ദുവിൻ്റെതാകണമെന്ന് പറയുന്നവർ, ഇന്ത്യ ഇസ്ലാമിൻ്റെതാകണമെന്ന് പറയുന്നവരൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങളാ എല്ലാ വർഗീയവാദത്തിനും എതിരാണ്. ഇന്ത്യ മതേതരമായിരിക്കണമെന്ന് പറയുന്നവരാണ് ഈ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളെല്ലാവരും. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ്, LDF നേതാക്കളായ S സതീഷ്, S ശർമ്മ, സാബു ജോർജ്, VS രാജം, TV അനിത, അനിൽ കാഞ്ഞിലി, PR മുരളീധരൻ, ജോൺ ഫെർണാണ്ടസ്, KM റിയാദ്, MM ഫ്രാൻസിസ്, സുനിൽ കുമാർ, ജോൺസൺ വള്ളനാട്ട്, സേവ്യർ കല്ലുവീടൻ, മുഹമ്മദ് അഷ്കർ, ബെനഡിക്ട് ഫെർണാണ്ടസ്, KA അജേഷ്, KP ഷെൽവൻ, സുരേഷ് ബാബു, CS ഗിരീഷ്, MK അബി, VC ബിജു തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. നാടിന്റെ നാനാതുറയിലും ഇത്തരത്തിലുള്ള സമാനതകളില്ലാത്ത വികസനം കഴിഞ്ഞ 10 വർഷക്കാലം നാം നടത്തി മുന്നോട്ട് പോകുന്നു. ബഹുമാനായ MLA-യുടെ നേതൃത്വത്തിൽ വലിയ വികസനമാണ് ഈ കൊച്ചിയിൽ നടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.